അനഘയുടെ കാര്യം നവ്യ ഒരിക്കലും അറിയാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ് അഭി. നവ്യെങ്ങാനും ഇക്കാര്യം പറഞ്ഞാൽ ആകെ വിഷയമാകും. പിന്നെ താൻ അനന്തപുരിയിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങേണ്ടി വരുമെന്ന് അഭിക്കറിയാം. അതുകൊണ്ട് സ്നേഹം നടിച്ച് നവ്യയെ അഭി വീട്ടിലേക്ക് യാത്രയാക്കുന്നു. അതേസമയം നയന വീട്ടിൽ പോകുന്ന വിഷമത്തിലാണ് ദേവയാനി. എല്ലാവരുടെ മുന്നിലും വെച്ച് ദേഷ്യത്തിലാണ് പെരുമാറുന്നതെങ്കിലും അമ്മായിയമ്മയ്ക്ക് മരുമകളെ ജീവനാണ്. ഒരു ദിവസം പോയിട്ട് ഒരു നേരം പോലും ദേവയാനിക്ക് നയനയെ കാണാതിരിക്കാനാവില്ല. എന്നാൽ അക്കാര്യം ആരോടും തുറന്നു പറയാനും വയ്യ. പക്ഷേ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനുമെല്ലാം ഇക്കാര്യം അറിയാമല്ലോ. അമ്മായിയമ്മയും മരുമകളും എവിടം വരെ പോകുമെന്ന് നോക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആ നാടകം പൊളിക്കാൻ കൂടിയാണ് അവർ നയനയെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും നവിയും നയനയും വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അവർ ഇറങ്ങേണ്ട താമസം മൂർത്തി മുത്തശ്ശൻ അഭിക്ക് അവസാന വാണിംഗ് നൽകി. മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞ് പുറത്തുപോയി കറങ്ങി നടന്ന് ഇപ്പോൾ വന്നതുപോലെ ഇനി കറക്കം തുടർന്നാൽ ഈ വീടിന്റെ പുറത്താവും നിന്റെ സ്ഥാനമെന്ന മുത്തശ്ശൻ അഭിയെ ഓർമ്മിപ്പിച്ചു. അതേസമയം നയന പോയ വിഷമത്തിലിരിക്കുന്ന ദേവയാനിയോട് എന്ത് പറ്റിയെന്ന് ജയൻ ചോദിച്ചെങ്കിലും അവൾ പോയതിലുള്ള ദേഷ്യമാണെന്നാണ് ദേവയാനി മറുപടി പറഞ്ഞത്. വീട്ടിലെത്തിയ നയനയും ഏതാണ്ട് സങ്കടഭാവത്തിലായിരുന്നു. നയന മോൾക്ക് എന്ത് പറ്റി, വിഷമമാണോ എന്ന് ഗോവിന്ദൻ ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നാണ് നയനയും മറുപടി പറഞ്ഞത്. എന്നാൽ ഇവരുടെ ഈ നാടകം പൊളിച്ചിട്ടേ അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് നന്ദു. എന്തായാലും ഈ കളി ഇനിയിപ്പോ അധിക നാൾ മുന്നോട്ട് പോകില്ല മോളെ നയനെ. അതേസമയം നവ്യ പോയതും അനഘയെ കാണാൻ എത്തിയിരിക്കുകയാണ് അഭി. കുഞ്ഞിനെ ഉടൻ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അനഘയുടെ ആവശ്യം. അവളെ എന്ത് പറഞ്ഞ് അടക്കി നിർത്തുമെന്നറിയാതെ നിൽക്കുകയാണ് അഭി. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ചെറിയ പൂട്ടിട്ടല്ല അനഘ അഭിയെ പൂട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നൂരാൻ അഭി എന്ത് വഴിയാണ് കാണുക എന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം.